വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കെ.വി. തോമസിന്റെ കുറിപ്പ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ്. ഇടഞ്ഞു നിന്ന അദാനിയുമായി ഉമ്മൻചാണ്ടി വെറും 15 മിനിറ്റ് നേരമായിരുന്നു സംസാരിച്ചിരുന്നത്. അതിനെ തുടർന്നുകൊണ്ടാണ് പദ്ധതി ഓക്കെയായി എന്ന തരത്തിലാണ് തോമസിന്റെ കുറിപ്പിൽ പ്രധാനമായിട്ട് പറയുന്നത്. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു കുറിപ്പ് പ്രധാനമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന വാക്ക് പറയാതിരിക്കുവാനായി മുഖ്യമന്ത്രിയും അതുപോലെ സർക്കാരിലെ പ്രമുഖരും പ്രത്യേകം തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിഷയം വീണ്ടും സംസാര വിഷയമായി മാറുന്നത്. സോഷ്യൽ മീഡിയയിൽ പലരും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പോസ്റ്റുകളും പങ്കുവയ്ക്കുകയുണ്ടായി. മുഖ്യമന്ത്രി കെ.വി. തോമസിനോട് അതൃപ്തിയും അമർഷവും അറിയിച്ചതായിട്ടാണ് നിലനിൽക്കുന്ന സൂചനയും. ഉമ്മൻചാണ്ടി കല്ലിട്ടതല്ലാതെ ഒന്നും ചെയ്തില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം യഥാർത്ഥത്തിൽ മുഴുവനായി തകർക്കുന്ന തരത്തിലായിരുന്നു കെ.വി. തോമസിന്റെ FBയിലെ കുറിപ്പെന്നത്. ഇത് വന്നയുടൻ തന്നെ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ചെയ്തു. വലിയ തുക ഓണറേറിയവും 11.3 ലക്ഷം രൂപ യാത്രാപ്പടിയും പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡർ, വാഹനമെല്ലാം നൽകി നിയമിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തത് നന്ദികേടാണെന്ന് പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറഞ്ഞതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കെ.വി. തോമസിനെ നേരിട്ട് അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അംഗീകരിക്കേണ്ടതില്ല എന്ന് CPM ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കെ തനിക്കറിയാവുന്ന സത്യം ഇത്രയെങ്കിലും അനുസ്മരിച്ചില്ലെങ്കിൽ അത് തന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കുമെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. തന്റെ ഷേർലിയുടെ ആത്മാവും അതുപോലെ കണ്ണാമലി പള്ളിയിലെ യൗസേ പിതാവും തന്നോട് ഒരിക്കലും പൊറുക്കില്ല എന്നും കെ.വി. തോമസ് അടുപ്പക്കാരോട് പറഞ്ഞതായ തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു.